അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് സൂറ അൽ അലഖിലെ ചോദ്യോത്തരങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ഖുർആനിൽ ആദ്യമായി അവതരിച്ച പദം ഏതാണ്? ഉത്തരം, ഇഖ്റ, വായിക്കുക എന്ന കൽപ്പനയാണ് ഖുർആനിൽ ഏറ്റവും ആദ്യം അവതരിച്ച പദം. അടുത്ത ചോദ്യം, സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക എന്ന കൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന പാഠം എന്ത്? ഉത്തരം, ഏതൊരു കാര്യവും അള്ളാഹുവിന്റെ നാമത്തിൽ തുടങ്ങണമെന്നും എല്ലാ അറിവുകളുടെയും ഉറവിടം അള്ളാഹുവാണെന്നും ഈ വചനം പഠിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, അലഖ് എന്ന പദത്തിന് നൽകിയ അർത്ഥമെന്ത്? ഉത്തരം, പറ്റിപ്പിടിക്കുന്നത് അഥവാ ഭ്രൂണം അല്ലെങ്കിൽ രക്തപിണ്ഡം എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. അടുത്ത ചോദ്യം, മനുഷ്യനെ എന്തിൽ നിന്നാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് ഈ സൂറത്ത് വ്യക്തമാക്കുന്നത്? ഉത്തരം, അലഖ്, ഭ്രൂണം അഥവാ രക്തപിണ്ഡത്തിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് ഈ സൂറത്ത് വ്യക്തമാക്കുന്നു. ഖുർആൻ അവതരണത്തിന്റെ തുടക്കത്തിൽ തന്നെ വായനയ്ക്ക് പ്രാധാന്യം നൽകിയത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം, ഇസ്ലാമിൽ അറിവിനും പഠനത്തിനും ഉള്ള ഉന്നതമായ സ്ഥാനത്തെ ഇത് സൂചിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, മൂന്നാം വചനത്തിൽ അള്ളാഹു തന്നെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? ഉത്തരം, അൽ അക്രം, അത്യുദാരൻ എന്ന നാമത്തിലാണ് അള്ളാഹു മൂന്നാം വചനത്തിൽ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യന് അറിവ് നൽകിയത് അള്ളാഹുവിന്റെ ഏത് ഗുണവിശേഷത്തിന്റെ ഭാഗമായാണ് ഇവിടെ പറയുന്നത്? ഉത്തരം, അള്ളാഹുവിന്റെ ഉദാരതയുടെ ഔദാര്യത്തിന്റെ ഭാഗമായാണ് മനുഷ്യന് അറിവ് നൽകിയതെന്ന് ഈ വചനം പഠിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, നാലാം വചനത്തിൽ അറിവ് കൈമാറാനുള്ള ഏത് ഉപാധിയെക്കുറിച്ചാണ് അള്ളാഹു പരാമർശിക്കുന്നത്? ഉത്തരം, പേന, കലം, അതിനെക്കുറിച്ചാണ് നാലാം വചനത്തിൽ അള്ളാഹു പരാമർശിക്കുന്നത്. പേന കൊണ്ട് പഠിപ്പിച്ചവൻ എന്ന് പറഞ്ഞതിലെ പൊരുൾ എന്ത്? ഉത്തരം, മനുഷ്യ നാഗരികതയുടെയും വിജ്ഞാന കൈമാറ്റത്തിന്റെയും പ്രധാന ഉപകരണം പേനയാണെന്ന് അതിനെ ദൈവം നൽകിയ ദാനമായി ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചു എന്ന് അഞ്ചാം വചനത്തിൽ പറഞ്ഞതിന്റെ ഉദ്ദേശ്യമെന്ത്? ഉത്തരം, ദൈവിക വെളിപാടുകളിലൂടെയും അനുഭവങ്ങളിലൂടെയും മനുഷ്യൻ നേടുന്ന എല്ലാ അറിവുകളും അള്ളാഹുവിന്റെ ദാനമാണ്. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ വെച്ച് ഈ വചനങ്ങൾ സ്വീകരിക്കുമ്പോൾ വായിക്കുക എന്ന് ആവശ്യപ്പെട്ടത് ആരാണ്? ഉത്തരം, ജിബ്രീൽ അലൈഹിസ്സലാം, മലക്കുകളുടെ തലവൻ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഖ്റ എന്ന് ആവശ്യപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വായന അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തെ എത്ര തവണ ചേർത്ത് പിടിച്ചു?
ഉത്തരം, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ 3 തവണ ചേർത്ത് പിടിച്ചു. തുടർന്നാണ് ആദ്യ 5 വചനങ്ങൾ അവതരിച്ചത്. ആദ്യ 5 വചനങ്ങൾ അവതരിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം, മക്കയിലെ ഹിറാ ഗുഹ. അവിടെ വെച്ചാണ് ഈ 5 വചനങ്ങൾ അവതരിച്ചത്. ഇസ്ലാമിക കൽപ്പനകളിൽ നമസ്കാരം, നോമ്പ് പോലെ കൽപ്പിച്ചതിൽ ഏറ്റവും മുമ്പ് അവതരിപ്പിച്ച കൽപ്പന ഏതാണ്? ഇഖ്റ, അറിവ് സമ്പാദിക്കാനുള്ള കൽപ്പനയാണ് ഇസ്ലാമിൽ ആദ്യമായി അവതരിച്ച കൽപ്പന. അൽ അക്രം എന്ന നാമം ഈ സൂറത്തിൽ എത്രാമത്തെ വചനത്തിലാണ് വരുന്നത്? ഉത്തരം, 3-ാം വചനത്തിലാണ്. ഇഖ്റ വറബ്ബുക്കൽ അക്രം. അത്യുദാരൻ എന്ന നാമം വരുന്നത് 3-ാമത്തെ വചനത്തിലാണ്. അടുത്ത ചോദ്യം, സൃഷ്ടിച്ചവൻ എന്ന അള്ളാഹുവിനെ വിശേഷിപ്പിച്ചത് എന്തിനെ ദൃഢപ്പെടുത്താനാണ്? ഉത്തരം, മനുഷ്യന്റെ അസ്തിത്വവും അറിവും അള്ളാഹുവിൽ നിന്നാണെന്ന ബോധ്യം ഉറപ്പിക്കുകയാണ് ഈ വിശേഷണത്തിന്റെ ലക്ഷ്യം. മനുഷ്യൻ തന്റെ ഉൽപ്പത്തിയുടെ നിസ്സാരത ഓർക്കുന്നത് ഈ വചനം എന്തിനാണ് പ്രേരിപ്പിക്കുന്നത്? അൽ അലക്ക് എന്ന വചനം എന്തിനെയാണ് പ്രേരിപ്പിക്കുന്നത്? വിനയം കൈക്കൊള്ളാനും അറിവ് ലഭിച്ചാലും അഹങ്കാരിയാകാതിരിക്കാനും തൻ്റെ ഉൽപ്പത്തി ഓർക്കുന്നവൻ ഒരിക്കലും അഹങ്കരിക്കില്ല. കേവലം ഒരു പറ്റിപ്പിടിക്കുന്ന മാതാവിൻ്റെ ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന അലക്ക് എന്ന ഒരു ചെറിയൊരു രക്തപണ്ടത്തിൽ നിന്നാണ് മനുഷ്യനുണ്ടായത് എന്ന അവൻ്റെ അഹങ്കാരം കുറയുവാനും വിനയാന്വിതനാവുവാനും ദൈവത്തെക്കുറിച്ച് ഓർക്കുവാനുമുള്ള ഒരു പ്രേരകമായിട്ടാണ് ഈ അലക്ക് എന്ന ഈ ഒരു വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂക്തത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ പരിധി ലംഘിക്കുന്നത് എപ്പോഴാണെന്നാണ് 6-ാം വചനം പറയുന്നത്? ഉത്തരം, താൻ സ്വയം പര്യാപ്തനാണെന്ന് കാണുമ്പോൾ ആ തോന്നൽ തന്നെ ധിക്കാരത്തിന്റെ മൂലകാരണമാകുന്നു. തനിക്ക് താൻ മതി എന്ന് തോന്നുമ്പോഴാണ് മനുഷ്യൻ പരിധി ലംഘിക്കുന്നത്. എന്ന വാക്കിന്റെ കൃത്യമായ അർത്ഥം എന്താണ്? പരിധി ലംഘിക്കുക അല്ലെങ്കിൽ ധിക്കാരം കാണിക്കുക, അള്ളാഹു നിശ്ചയിച്ച അതിരുകൾ ഉല്ലംഘിക്കുന്ന അവസ്ഥ. തീർച്ചയായും നിന്റെ രക്ഷിതാവിങ്കലേക്കാണ് മടക്കം എന്ന 8-ാം വചനത്തിലെ മുന്നറിയിപ്പിന്റെ ഉദ്ദേശ്യം എന്ത്? ഉത്തരം, മനുഷ്യൻ എത്ര സമ്പന്നനായാലും അവസാനം അള്ളാഹുവിങ്കിലേക്ക് മടങ്ങണമെന്നും വിചാരണ നേരിടണമെന്നും ഓർമ്മിപ്പിക്കാൻ. അറഅയ്തല്ലദീ യൻഹാ 9-ാം വചനത്തിലും അതേപോലെ 10-ാമത്തെ വചനത്തിലും പരാമർശിക്കുന്ന തടയുന്നവൻ ആരാണ്? ഉത്തരം, അബൂജഹൽ. ഇസ്ലാമിന്റെ കടുത്ത ശത്രുവും മക്കയിലെ ഖുറൈശി നേതാവുമായ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമസ്കാരത്തിൽ നിന്ന് തടഞ്ഞ വ്യക്തിയാണ്. അബൂജഹൽ ആരെയാണ് നമസ്കരിക്കുന്നതിൽ നിന്ന് തടഞ്ഞത്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അള്ളാഹുവിൻ്റെ ദൂതൻ കഅബക്ക് സമീപം നിസ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ അബൂജഹൽ അത് ബലമായി തടഞ്ഞു.
13-ാം വചനത്തിൽ പറയുന്ന കസ്സബ വതവല്ല, അതിന്റെ അർത്ഥം എന്ത്? ഉത്തരം: സത്യത്തെ വ്യാജമാക്കുകയും അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തു. അബൂജഹൽ സത്യം നിഷേധിച്ചത് അറിവില്ലായ്മ കൊണ്ടാണോ അതോ ധിക്കാരം കൊണ്ടാണോ? ഉത്തരം: സത്യം ബോധ്യപ്പെട്ടിട്ടും ധിക്കാരവും അഹങ്കാരവും കാരണമാണ് അവൻ നിഷേധിച്ചത്. അജ്ഞത അല്ല, മറിച്ച് ഉദ്ദേശ്യപൂർവമായ നിഷേധമാണ് ഇവിടെ. പതിനഞ്ചാം വചനത്തിലെ ലനസ്ഫാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്തരം: നാം പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. ഇത് അള്ളാഹുവിന്റെ ശക്തമായ ഉദ്ഘോഷണമാണ്, ധിക്കാരിക്ക് ലഭിക്കുന്ന ദൈവിക ശിക്ഷയുടെ ദൃഢമായ വചനം. അടുത്ത ചോദ്യം: അഹങ്കാരിയെ എവിടെ പിടിച്ചാണ് വലിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്? ഉത്തരം: നാസിയ അഥവാ മുൻകുടുമയിൽ. ഇത് അറബ് സംസ്കാരത്തിൽ അപമാനത്തിന്റെ പ്രതീകമാണ്, ദൈവിക ശിക്ഷയുടെ ദൃഢതയുടെ ആലങ്കാരിക ചിത്രം. അബൂജഹൽ തന്റെ ആളെണ്ണത്തിൽ അഹങ്കരിച്ചപ്പോൾ അള്ളാഹു നൽകിയ മറുപടി എന്ത്? 17-ാം വചനത്തിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഉത്തരം: അവൻ സ്വന്തം കൂട്ടുകാരെ വിളിച്ചുകൊള്ളട്ടെ. ഫല്യദ്ഉ നാദിയ. നാദിയ എന്ന പദത്തിന്റെ അർത്ഥമെന്ത്? ഉത്തരം: അവന്റെ ആളുകളെ. അബൂജഹലിന്റെ ആളുകൾക്കെതിരെ അള്ളാഹു ആരെ വിളിക്കുമെന്നാണ് പറഞ്ഞത്? ഉത്തരം: സബാനിയ. ആരാണ് സബാനിയ? ഉത്തരം: ശിക്ഷ നടപ്പാക്കുന്ന അതിശക്തരായ മലക്കുകൾ. അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്രമിക്കാൻ തുനിഞ്ഞപ്പോൾ പിന്മാറിയത് എന്തുകൊണ്ട്? ഉത്തരം: തനിക്കും നബിക്കുമിടയിൽ തീക്കിടങ്ങുകളും ചിറകുകളുമുള്ള ഭയാനക രൂപങ്ങളും കണ്ടതുകൊണ്ട്. അബൂജഹൽ അന്ന് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? മലക്കുകൾ അവന്റെ ഓരോ അവയവങ്ങളും പിച്ചി ചീന്തുമായിരുന്നു. നീ അവൻ അനുസരിക്കരുത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെ? സത്യത്തെ തടയുന്ന അഹങ്കാരികളെ. ശത്രുക്കളുടെ ഭീഷണി ഉണ്ടാകുമ്പോൾ വിശ്വാസി എന്ത് ചെയ്യണമെന്നാണ് 19-ാം വചനം പറയുന്നത്? ഉത്തരം: സുജൂദ് ചെയ്യുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുക. വസ്ജുദ് വഖ്തരിബ് എന്നതിന്റെ സന്ദേശം എന്ത്? ഉത്തരം: സാഷ്ടാംഗത്തിലൂടെ അഥവാ സുജൂദിലൂടെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക. ഈ സൂറത്തിലെ അവസാനത്തെ വചനത്തിന്റെ പ്രത്യേകത എന്ത്?
ഉത്തരം ഇത് സജദയുടെ വചനമാണ്. തിലാവത്തിൻ്റെ സുജൂദ് നിർബന്ധമായ വചനം. നമസ്കാരത്തെ തടയുന്നത് എത്ര വലിയ കുറ്റമാണെന്ന് ഈ സൂറത്ത് വ്യക്തമാക്കുന്നു. അത് അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയ്ക്ക് കാരണമാകുന്ന വലിയ ധിക്കാരമാണ്.